അടുത്തായിട്ട് നമുക്ക് മിസ്റ്റർ സജീവ് പുല്ലാട്ട് പ്രയർ സ്റ്റോങ്ങിന് വേണ്ടി സ്വാഗതം ചെയ്യും. WMC ഹ്യൂസ്റ്റൺ പ്രൊവിൻസിന് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പ്രാർത്ഥന ഗാനത്തോടുകൂടി ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കാം. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ മാറ്റിയവൻ, കാക്കയാലാഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മറയെ മധുരമായി തീർത്തവൻ, മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മറയെ മധുരമായി തീർത്തവൻ, മാറാത്തവൻ ചിറകിൽ നയിക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ, മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിൽ എന്നെ ചേർക്കുന്നവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ, ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ. താങ്ക് യു. അടുത്തതായിട്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് സ്വാഗതം, വന്നു ചേർന്ന എല്ലാവർക്കും സ്വാഗതം നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം, നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ വിശിഷ്ടാതിഥിയായി വന്നിരിക്കുന്ന നമ്മുടെ എല്ലാം ആയിരിക്കുന്ന
സ്റ്റഫോർഡിൻ്റെ മേയറും എൻ്റെ നാട്ടുകാരനും കൂടെ ആയിരിക്കുന്ന കെൻ മാത്യു സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് നമ്മൾക്ക് ഈ ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ട് നമുക്കൊരു ഈവന്റ് സ്പോൺസർ തന്നിരിക്കും. സ്പോൺസർഷിപ്പ് മെയിനായിട്ട് ഈവന്റ് സ്പോൺസറായിട്ട് തന്നിരിക്കുന്ന മിസ്റ്റർ സിബു വർഗീസിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഈ WMCയുടെ പ്രസിഡന്റും WMC തുടങ്ങിയത് തന്നെ SK അച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ ഈ WMC ഹ്യൂസ്റ്റണിൽ തുടങ്ങിയതിന്റെ ഒരു കാരണക്കാരൻ അച്ചായനാണ്. അച്ചായന്റെ ഒരു SK അച്ചായന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹിക എല്ലാ തലങ്ങളിലും മറ്റുള്ളവരെ ഒത്തിരി സഹായങ്ങൾ ചെയ്യുവാനും സംഘടനാപരമായിട്ട് സഹായങ്ങൾ ചെയ്യുവാനുള്ള ഒത്തിരി കഴിവ്, അത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അതിലൂടെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് സഹായങ്ങൾ നൽകുവാനും. ഹ്യൂസ്റ്റൺ WMC ഒത്തിരി 13 വീട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പുതിയ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ നമ്മുടെ ഇപ്പോഴത്തെ WMCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ വർഷത്തെ നിയോഗമായിരിക്കുന്ന മിസ്റ്റർ SK ചെറിയാനെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഈ സംഘടനയിലെ ചെയർമാനായിരിക്കുന്ന പൊന്നിപ്പിള്ള ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലായിടം ഉണ്ട്. എവിടെ നോക്കിയാൽ ഏത് പ്രവർത്തനം, എന്ത് പ്രവർത്തനങ്ങൾക്കും, അമ്പലത്തിലായാലും പള്ളിയിലായാലും WMC ആയാലും പൊക്കാന ആയാലും എവിടെ ചെന്നാലും ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും. ആ പ്രവർത്തനം എപ്പോഴും എന്തെങ്കിലും ചാരിറ്റി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം, മറ്റുള്ളവരെ വേണ്ടി എന്തെങ്കിലും, അതുപോലെ സംഘടനയിലൂടെ മറ്റുള്ളവരെ ആദ്യം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുള്ളവർ പൊന്നു ചേച്ചിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഇതിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്ന എബ്രഹാം തോമസ് ജോയിന്റ് സെക്രട്ടറി, 99 മന്തുള്ള വൈസ് ചെയർമാൻ ഡോക്ടർ മനു ചാക്കോ ഇവിടെ എത്തിയിട്ടില്ല, എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സ്പോൺസേഴ്സ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നുണ്ട്. എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ വന്ന് ഫാമിലിയായിട്ട് നമ്മുടെ സമയമില്ലെങ്കിൽ പോലും നമ്മളിവിടെ വന്ന് ഇതിനു വേണ്ടി ഇത്രയും നേരത്തെ ഇവിടെ വരുവാനും വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മിസ്റ്റർ രാജേഷ്. അടുത്തതായിട്ട് ലാമ്പ് ലൈറ്റിനിങ് ആണ്. അതിനു വേണ്ടിയിട്ടുള്ള ആൾക്കാർ, ബോർഡ് മെമ്പേഴ്സും അതുപോലെ വിശിഷ്ടാതിഥികളും മുമ്പോട്ട് വരിക. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് എല്ലാവരുടെയും പേര് വിളിച്ച് ക്ഷണിക്കുന്നതായിരിക്കും. താങ്ക് യു. ബോർഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞേ കേട്ടില്ലേ? ആരും ബോർഡ് മെമ്പേഴ്സ് ഇങ്ങോട്ട് വന്നിട്ടില്ല. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഓൾ ദ ബോർഡ് മെമ്പേഴ്സ് ഓഫ് MAG and World Malayali Council, please come to the stage. ഇവിടെ വിശിഷ്ടാതികളായിട്ട് വരാൻ പറഞ്ഞിരുന്ന എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട മേയർ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. അച്ഛൻ, തോട്ടത്തിൽ അച്ഛൻ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. IPCNയുടെ പ്രസിഡന്റ്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. Event sponsor Sibu Varghese, please come to the stage. എല്ലാ സംഗതികളും തുടങ്ങുമ്പോൾ അതിന് ഒരു ഭദ്രദീപം കൊളുത്തുക എന്നുള്ളത് ഒരു ആദ്യത്തെ കർമ്മമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ദീപങ്ങൾ കൊളുത്തുന്നതിന് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങളുടെ ചെയർമാൻ പൊന്നുപിള്ളയെ ക്ഷണിക്കുന്നു.
അടുത്തതായിട്ട് സെക്രട്ടറി മിസ്റ്റർ രാജേഷ് മാത്യു വി. നെക്സ്റ്റ് വൺ അവർ സ്റ്റാഫോർഡ് സിറ്റി മേയർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കെൻ മാത്യു. അടുത്തത് നമ്മുടെ എബ്രഹാം തോട്ടത്തിൽ അച്ഛൻ. അടുത്തത് നമ്മുടെ ഈ ഇന്നത്തെ പരിപാടി ഇത്രയും മനോഹരമാക്കാനായിട്ട് പല സ്പോൺസേഴ്സിനെ ഞാൻ തിരക്കി. അദ്ദേഹം ഈവൻറ്റ് സ്പോൺസറായിട്ട് വന്ന് നമ്മളെ സഹായിക്കുന്ന ഷിബു വർഗീസ്, പ്ലീസ് ലൈറ്റ് ദ ലാമ്പ്. അടുത്തതായി IPCNA പ്രസിഡന്റ് മിസ്റ്റർ സൈമൺ വാളാച്ചേരി. നമ്മുടെ വിളക്ക് കൊളുത്താൻ പറഞ്ഞിരുന്ന ജൂലി മാത്യുവും സുരേന്ദ്രനും ഒന്നും വരാത്തത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാനൊരു വിളക്ക് കൊളുത്തുകയാണ്. വിളക്ക് കൊളുത്ത് കർമ്മം ഇതോടുകൂടി തീർന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സാണ്. അതിന് വേണ്ടിയിട്ട് മിസ്റ്റർ എസ് കെജരിയനെ സ്വാഗതം ചെയ്തോളൂ. ബഹുമാന്യരും സ്നേഹിതരുമായ ഹ്യൂസ്റ്റണിലെ എൻ്റെ കൂട്ടുകാരെ, 1997 വേൾഡ് മലയാളി കൗൺസിൽ ഹ്യൂസ്റ്റണിലില്ല എന്നും പറഞ്ഞ് ഒരാൾ എന്നെ സമീപിച്ച് അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ തന്ന ഒരു സംരംഭമാണ് ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്ന ഹ്യൂസ്റ്റൺ പ്രോവിൻസ്. അത് കഴിഞ്ഞ് പല ഡെവലപ്മെൻറ്റുകളും ഉണ്ടായി. ഇപ്പോൾ രണ്ടാമത് പിന്നെയും എന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന നമ്മുടെ ഹ്യൂസ്റ്റണിലെ വേൾഡ് മലയാളി കൗൺസിൽ മെമ്പേഴ്സിനോട് എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വളരെ നാളുകളായി വലിയ പരിപാടികളൊന്നും ഇല്ലാതെ നടക്കുകയായിരുന്നു നമ്മുടെ ഈ വേൾഡ് മലയാളി കൗൺസിൽ. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നതിനെ പറ്റി ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയ വിവരണം ഞാൻ തരികയാണ്. വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറയുന്നത് ഗ്ലോബലി എല്ലാ രാജ്യങ്ങളിലും ഉള്ള മലയാളികളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു സംഘടനയാണ്. അവരെ എല്ലാവരെയും NRIകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, അതുപോലെ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ ഇവിടെ ചാരിറ്റബിളായിട്ട് ഹ്യൂസ്റ്റൺ പ്രോവിൻസിൽ നിന്ന് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിൽ ചിലതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്താം. ഒന്ന്, പാലായിൽ കടപ്പളാമറ്റം എന്ന സ്ഥലത്ത്, ഒരേക്കർ സ്ഥലത്ത് 25 വീടുകൾ ചെയ്തു കൊടുക്കുന്നതിനായിട്ട് തുടങ്ങിയ പദ്ധതിയിൽ 12 വീടുകൾ പൂർത്തീകരിച്ച് അവിടെ നിരാലംബരായ ആൾക്കാർക്ക് കൊടുക്കുകയുണ്ടായി. ഇനിയും 13 വീടുകളിലൂടെ അവിടെ പണിയണം എന്നുള്ള ഒരു സംരംഭത്തിലാണ് നമ്മൾ ഒന്ന്. രണ്ടാമത്,
നവജീവൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ കോട്ടയത്ത് നമ്മുടെ PU തോമസ് നടത്തുന്ന ഒരു സംഘടനയുണ്ട്. അതിന് ഞങ്ങൾ സഹായങ്ങൾ പല സമയത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്നേഹക്കൂട് എന്ന് പറഞ്ഞ കോട്ടയത്ത് തന്നെ സീനിയേഴ്സ്, ഈ ആളുകൾ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ കൊല്ലം 1.5 ലക്ഷത്തോളം രൂപ നമ്മൾ കൊടുക്കാൻ ഇടയായി. റാന്നി, ചങ്ങനാശ്ശേരി, പാല ഇവിടങ്ങളിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ അവർ ചോദിച്ചതും, റാന്നിയിലാണെങ്കിൽ അവരുടെ മെറ്റേണിറ്റി വാർഡും ചിൽഡ്രൻ വാർഡും അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ പ്രീമച്വർ ചിൽഡ്രൻസിൻ്റെ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുക്കണമെന്ന് പറഞ്ഞ് അത് കൊടുത്തു. പാലായിൽ അതുപോലെ അവരുടെ കുറേ മെഷീനറി എക്യുപ്മെൻറ്റ്സിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ പലവിധമായ കാര്യങ്ങളും നമ്മൾ ഹ്യൂസ്റ്റൺ പ്രോവിൻസ് ഇതിനോടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും എന്നോട് ഇവിടെയുള്ള പലരും ചോദിക്കും, ഈ വൈൽഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പക്ഷേ ഈ വൈൽഡ് മലയാളി കൗൺസിലിനെ പറ്റി അറിയാത്തവരാണ് ഈ ചോദിക്കുന്നത്. ഇത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയുന്നതാണ്. പിന്നെ ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു 3-tier സിസ്റ്റമാണ്. പ്രോവിൻസിലെ മെമ്പർഷിപ്പാണ് ഗ്ലോബലിൽ വരെ ഉപയോഗിക്കുന്നത്. വൺസ് യു ആർ എ മെമ്പർ ഇൻ ദ പ്രോവിൻസ്, യു ക്യാൻ ബി ഈവൻ ദ ഗ്ലോബൽ പ്രസിഡന്റ് ഓർ ചെയർമാൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. പ്രോവിൻസ്, അത് കഴിഞ്ഞ് റീജിയൻ. There are 6 regions under this World Malayali Council. One is America region, India region, Middle East region, Europe region, Africa region and Far East. ഇങ്ങനെ 6 റീജിയൻ്റെ അടിയിൽ ഉള്ള ആൾക്കാരാണ് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ എവരി 2 കൊല്ലം കൂടുമ്പോൾ ഒരു ഗ്ലോബൽ കോൺഫറൻസ് ആണ്. ഈ കോൺഫറൻസ് ബക്കു എന്ന് പറയുന്ന അസർബൈജാൻ, യു മൈറ്റ് ഹാവ് ഹേർഡ് ഇറ്റ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ വെച്ചാണ് ജൂൺ 27, 28, 29 തീയതികളിൽ നടത്തുന്നത്. അവിടെ വെച്ചായിരിക്കും ഗ്ലോബൽ ഇലക്ഷനും നടത്തുന്നത്. ഇലക്ഷൻ നടത്തുന്നത് CNEC-യും 6 റീജിയണൽ NEC-കളും കൂടിയാണ് ഇലക്ഷൻ നടത്തേണ്ടത് ബൈലോ അനുസരിച്ച്. ഓരോ റീജിയനിലെയും ഇലക്ഷൻ ബാലറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന അതാത് റീജിയൻ്റെ NEC-കളാണ്. അവരത് ഗ്ലോബലിൽ അയച്ചു കൊടുക്കും. ഗ്ലോബൽ CNEC എല്ലാവരും ടാബുലേറ്റ് ചെയ്ത് കിട്ടുന്ന നോമിനേഷൻ അനുസരിച്ച് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത്രയും കാര്യമാണ് എനിക്ക് വേൾഡ് മലയാളിയെ പറ്റി പറയാനുള്ളത്. ഇങ്ങനെ ഒരു മഹോന്നതമായും മഹത്തരമായ ഒരു ഓർഗനൈസേഷനാണ്. അതെങ്ങനെ നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് വെച്ചാണ്. ഹ്യൂസ്റ്റണിൽ അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള എല്ലാ ഓർഗനൈസേഷനും കൂടി ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എല്ലാ സമയത്തും ചെയ്യുന്നത്. ഞാൻ ഫോമയിലുണ്ട്, നമ്മുടെ മാഗിലുണ്ട്. എല്ലാ ഓർഗനൈസേഷനും ഒരുപോലെ നേതൃത്വം എടുത്ത് സഹായിക്കാവുന്ന വിധത്തിലൊക്കെ സഹായിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ. പിന്നെ എൻ്റെ വേറൊരു ജോലിയും ഇപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ അത് മോശമാണ്. ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ പരിപാടിക്കും അതിൻ്റേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഈ കാണുന്നത് മുഴുവൻ. ഇവരെ എല്ലാവർക്കും എൻ്റെ ഭാഷയിലും ഈ വേൾഡ് മലയാളിയുടെ ഭാഷയിലും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതുകൂടെ ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുകയാണ്. ഇവരെല്ലാവരുമാണ് എന്നെ ഈ പരിപാടി നടത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച ആളാണ് മിസ്റ്റർ ഷിബു വർഗീസ്. എല്ലാവർക്കും നന്ദിയും എല്ലാവർക്കും താങ്ക്സ് രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാം മലയാളത്തിൽ തന്നെ പറയണമെന്ന് വേൾഡ് മലയാളി പ്രോഗ്രാമിനും ചിലപ്പോഴൊക്കെ നിർബന്ധമായിട്ട് അങ്ങനെ പറയാറുണ്ട്. നേരെ അടുത്തതായിട്ട് നമ്മുടെ പൊന്നു ചേച്ചിയാണ്, ഡോക്ടർ പൊന്നുപിള്ള. അദ്ദേഹം മലയാളത്തിൽ പറയുമ്പോൾ കസേരയുടെ ആളാണ്, ചെയർപേഴ്സണാണ്. അതുകൊണ്ട് ഇംഗ്ലീഷിലൂടെ പറഞ്ഞാൽ ചെയർമാൻ അല്ല, ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ, ചെയർവുമൺ എന്നുള്ള രീതിയിൽ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ഫെലിസിറ്റേഷൻ സ്പീച്ചിന് വേണ്ടിയിട്ട്.
ആദ്യമായിട്ട് സംപൂജ്യരായ സദസ്യര്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക്, ബഹുമാനപ്പെട്ട അച്ഛൻ, സ്റ്റാഫോർഡ് മേയർ കെൻ മാത്യു സാറ്, പിന്നെ ആദ്യമായിട്ട് വേൾഡ് മലയാളിയിലോട്ട് കാലുകുത്തിയ അനിൽകുമാർ ആറന്മുള, പിന്നീട് ആരാ നമ്മുടെ തോമസ് ചെറിയര സാറ്, ഇവരെയൊക്കെ ഞാൻ ഇതിനു മുൻപൊന്നും വേൾഡ് മലയാളിയുടെ സംരംഭങ്ങളിലൊന്നും കണ്ടിട്ടില്ല. എല്ലാവരുടെയും ഒന്നും പേരെടുത്ത് പറയുന്നില്ല. എന്നാലും ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേൾഡ് മലയാളിയുടെ പേരിൽ സ്വാഗതം. അതുപോലൊക്കെ എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. അവസാനം നന്ദി പറയാൻ ചുമതലപ്പെടുത്തി ആരും പറഞ്ഞുകൊള്ളു. എൻ്റെ കാര്യം പറഞ്ഞാൽ ആദ്യമേ ഞാൻ ആരാണെന്നൊന്ന് പറയണമല്ലോ. ഇപ്പം മിക്കവാറും പേർക്ക് അറിയത്തില്ലായിരിക്കും, അറിയാം എല്ലാവർക്കും. എന്നാലും എല്ലാം ഓരോ നിയോഗങ്ങളാണ് ജീവിതത്തിൽ. ഞാനതിൽ വളരെയേറെ വിശ്വസിക്കുന്നുണ്ട്. ഈ സിറ്റിയിൽ 38 വർഷം ഒറ്റയ്ക്ക്, ഇവിടെ എനിക്ക് സഹോദരങ്ങൾ, ആങ്ങളമാരുവെന്നും അങ്ങനെയൊന്നുമില്ല, ഉള്ളവരൊക്കെ നിങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ദാമ്പത്യ ജീവിതം 19 വർഷം, 38 വർഷം ഈ സിറ്റിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഓടണമെന്നാണ് എൻ്റെ തലയിൽ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അതിനെ ഞാൻ വേണ്ട വിധം ഉപയോഗിച്ചുവെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിവിടെ $8 കൊണ്ട് 52 വർഷം മുൻപ് വന്നതാണ്. ന്യൂയോർക്കിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഞാനും അവിടെ നിന്നാണ് ജീവിതം തുടങ്ങിയത്. അവിടുത്തെ തണുപ്പ് നിമിത്തമാണ് 79 ഇങ്ങോട്ട് പോരുന്നത്. 79 ഏപ്രിലാണ് ഇവിടെ വരുന്നത്. ബെൻഡാബ് എന്ന് പറയുന്ന സിറ്റി ഹോസ്പിറ്റലിൽ ഇൻ്റർമീഡിയറ്റ് യൂണിറ്റിൽ അസിസ്റ്റന്റ് നേഴ്സ് മാനേജറായിട്ട് ഏകദേശം 28-30 വർഷത്തോളം ജോലി ചെയ്തു. നമ്മൾ എവിടെ പ്രവർത്തിച്ചാലും നമ്മൾ ആരാണെന്ന് നമുക്കൊരു വിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ്. അതാണ്. പിന്നെ നമുക്കൊരു ഡിറ്റർമിനേഷൻ വേണം. പിന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം. എവിടെ പ്രവർത്തിച്ചാലും സ്നേഹം, സമത്വം, സാഹോദര്യം, സത്യം, സേവനം, ഈ 5 കാര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഫെയിലിയർ അല്ല. 38 വർഷം ഞാൻ 11 PM to 7 AM ജോലി ചെയ്തു. ഒരൊറ്റ ദിവസം പോലും ഞാൻ ലേറ്റ് ആയിട്ടില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അതാണ് എൻ്റെ ഫിലോസഫി. ഏതായാലും ജോലിക്ക് പോകണം. എന്തുകൊണ്ട് 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കൂടാ? എൻ്റെ മക്കളെയും ഞാൻ അതാണ് പഠിപ്പിച്ചത്. ഈവൻ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭനായ പാസ്റ്റർ മാത്തുള്ളയോടും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ഏകദേശം എല്ലാമൊക്കെ ക്വാളിറ്റി ഉള്ളവരാണ്. അപ്പം നമ്മളുടെ ജീവിതം, ദൈവത്തെ പഴി പറയരുത്. നമ്മൾ ആരും അദ്ദേഹത്തെ കണ്ടില്ല, പക്ഷെ വിളിച്ചാൽ വരുമെന്നുള്ള വിശ്വാസമുണ്ട്. മനസ്സിലായില്ലേ? അതെ. ഞാൻ ഒരു 40 വർഷം മുൻപ് നേഴ്സിംഗ് പഠിക്കുമ്പോൾ ബീഹാർ പാറ്റ്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അന്ന് പാറ്റ്ന എന്നാണെന്ന് അറിയത്തില്ല, ബീഹാർ എന്നാണെന്ന് അറിയത്തില്ല, ഒന്നുമില്ല. ഞാൻ ആറന്മുള ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. പള്ളിക്കൂടത്തിലൊന്നും അന്നൊന്നും ആരും പെണ്ണുങ്ങളെ ഒന്നും വിടത്തൊന്നുമില്ല. ഇവൻ SBGB ഇംഗ്ലീഷ് ഹൈസ്കൂൾ കിടങ്ങന്നൂർ എന്ന് പറയും. ഇന്നതൊരു വലിയ പ്രസ്ഥാനമാണ്. അവിടെയാണ് പഠിച്ചത്. ഫസ്റ്റ് ബെൽ അടിക്കുമ്പോഴും ഞാൻ പുരയിടത്തിൽ കൃഷിക്കാരനോട് എന്തൊക്കെയും ജോലി ചെയ്യുക. കാര്യം പള്ളിക്കൂടത്തിൽ വിടത്തില്ല. പിന്നെ ചിലപ്പോൾ കുളിച്ചിട്ട് ഒറ്റ ഒരു ഓട്ടമാണ്. നേഴ്സിംഗ് എന്നാണെന്ന് എനിക്ക് അറിയത്തില്ല, നേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ഹൈസ്കൂൾ പാസ്സായതിൻ്റെ എക്സാം കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ആരോ വന്ന് ഒരു കുട്ടി അതുവഴി പാല് കഴിഞ്ഞിന് വാങ്ങിക്കാൻ പോകുന്നവർ ചോദിച്ചു, ഇനി എന്തോ ചെയ്യുന്നു, നേഴ്സിങ്ങിന് പോകാൻ ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, എന്നാൽ ഉച്ചയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് വരിക, ഒരു അഡ്രസ്സ് തരാം. അങ്ങനെ കോഴിത്തോടെന്ന് പറയുന്ന തോട് ഞങ്ങളുടെ വീടിൻ്റെ താഴെക്കൂടെ ഒഴുകുന്ന പമ്പയുടെ ഒരു ശാലയാണ്. ഇടയാറുമുളയിൽ നിന്ന് തിരിച്ചിട്ട് പോയിട്ട് ഞാൻ ഉച്ചയ്ക്ക് അവിടെ ചെന്നു ആ അഡ്രസ്സ് മേടിച്ചു. എനിക്ക് 17 ഇയർ ആയിട്ടില്ല. നവംബറിലെ 17 ആകും. എപ്പോഴും 17 ഇയർ ഓൾഡ്, പാസ്ഡ് ഹൈസ്കൂൾ എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ എഴുതി അയച്ചു. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നത്. അക്കാലത്ത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കും. വലിയ പരിഷ്കൃത ദേശമൊന്നും അല്ലല്ലോ ആറന്മുള. എൻ്റെ ജീവിതഗതി എന്താകുമായിരുന്നു? അതുകൊണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ ഏറെക്കുറെ തിരഞ്ഞെടുക്കണം. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ 3 കൊച്ചാമ്പിള്ളേർ. ഞാൻ പെനിലെസ് ആയിരുന്നു. പെനിലെസ് ആയതല്ല, ആക്കിയതാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പേരൊന്നും ആരുടെയും ഒരുത്തരുടെയും പേര് ഞാൻ പറയത്തില്ല.
എൻ്റെ ഹസ്ബൻഡിന് ജോലിയൊന്നും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, വലിയ ജോലിയൊന്നുമില്ല. അനിൽകുമാർ ഞങ്ങളൊരു കുടുംബത്തുള്ളവരാണ്. താങ്ക് യു അനിൽ, ആദ്യമായിട്ട് WMC-യിലോട്ടൊരു പ്രോഗ്രാമിന് വന്നതിന് വെൽക്കം. അങ്ങനെ ഒരു ബിസിനസ്സിൽ അദ്ദേഹം ചേർന്നു. പിന്നെ അദ്ദേഹത്തിന് 47-ാമത്തെ വയസ്സൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, നാട്ടിൽ വെച്ച് മരിച്ചു. പിന്നെ ആ പൈസയൊന്നും കിട്ടിയില്ല. അവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്. എൻ്റെ അമ്മ ഒരിക്കൽ വന്നപ്പോൾ പറഞ്ഞു, നിന്റെ ഇത്രയും പൈസയല്ലേ പോയുള്ളൂ, നിന്റെ കയ്യും നിന്റെ കഴിവും വേറെ ആരും എടുത്തില്ലല്ലോ, നിന്റെ പിള്ളേരെ ഓർത്ത് നീ ജോലി ചെയ്യുക. രാവും പകലും കരയുമായിരുന്നു. എൻ്റെ പിള്ളേരെല്ലാം ഇന്ന് എഡ്യൂക്കേറ്റഡാണ്. എമങ്ങും 3 പേര്, എമങ് ദംസെൽഫ്. എനിക്ക് അഭിമാനത്തോടു കൂടി ഇന്ന് പറയാൻ സാധിക്കും, 11 ഡിഗ്രി അവർക്കുണ്ട്. MBA ഉണ്ട്, CPA ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം, ആരെയും പഠിക്കരുത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഡോക്ടർ എന്നൊരു, ഞാൻ അതിനൊന്നിനും പോയത് ഓടിയതും ഒന്നുമല്ല. WMC ആണ് എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യാനുള്ള ഇഷ്ടമുള്ള സ്ഥലം. കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു അസോസിയേഷനാണ്, അവിടെ എല്ലാവരും ഹാർഡ് വർക്കിംഗ് ആണ്. അതിലോട്ട് വരാൻ എനിക്ക് WMC കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. NSS എൻ്റെ ബോളം ഞാൻ ഇന്നലെ പേപ്പർ ഞാനൊരു 30 കാര്യങ്ങൾ ചെയ്തത് എൻ്റെ കൈ കൊണ്ട് എഴുതി, സിമ്പിൾ ഇംഗ്ലീഷ് എനിക്കറിയാവുന്നത് എഴുതി, ടൈപ്പ് ഒന്നും ചെയ്തില്ല. അങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോളേജിൽ കൊടുത്തത്. അത് ഞാൻ കൊടുക്കാനൊന്നും ഇരുന്നതല്ല. ഒരു നോർത്ത് ഇന്ത്യൻ ഒരാൾ ഒരു ദിവസം വീടിൻ്റെ മുൻപിൽ കൂടെ പോയി, അന്നേരം തുളസി കണ്ടു. അന്നേരം വന്ന് ബെല്ലടിച്ചു, എനിക്ക് തുളസി തൈ തരാമോ? ഞാൻ പറഞ്ഞു രൂപ തരാം. ഹിന്ദിയിലാണ് പറഞ്ഞു, മലയാളിയല്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, ഒരുപാട് അവാർഡ് ഫോട്ടോ ഒക്കെ അവിടെ, ഇതൊക്കെ എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു. ആ കുട്ടി ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. പിന്നെ കമ്മ്യൂണിറ്റി കോളേജ് എന്നെ അപ്രോച്ച് ചെയ്തു, എന്തൊക്കെ ചെയ്തു. അതെൻ്റെ കൈ കൊണ്ട് തന്നെ ഞാൻ എഴുതിയ സിമ്പിൾ ഇംഗ്ലീഷിൽ ഒരു കവറിലിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അവിടെ പാനൽ ഓഫ് ജഡ്ജസ്. അങ്ങനെ 2016 മെയ് 14 എനിക്കത് NRG സ്റ്റേഡിയത്തിൻ്റെ ടോപ്പ് പോഡിയത്തിൽ വൈസ് ചാൻസലറുടെ സർട്ടിഫിക്കറ്റ് തരുന്നത്. ആ ബാഡ് പിന്നെപ്പിള്ളേന്ന് എഴുതി എൻ്റെ അന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണ്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ ആരെയും പഠിക്കരുത്, നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ ജീവിതം. ചെറിയാച്ചനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ആദ്യകാലത്ത് എനിക്ക് ചെറിയാച്ചനെ വലിയ പേടിയായിരുന്നു. രൂപത്തിലും ഭാവത്തിലും ശബ്ദത്തിലും ഒക്കെ ഞാൻ വളരെ ദൂരെയായിരുന്നു നിന്നിരുന്നത്. പിന്നീട് മനസ്സിലായി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളുടെയും രൂപത്തിലെയും ഭാവത്തിലും ഒന്നും നമ്മൾ ആരെയും ചെയ്യരുത്. നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് പല ഗുണങ്ങളും വേണം. അതായത് സെൽഫ് കോൺഫിഡൻസ്, ഡിറ്റർമിനേഷൻ. പിന്നെ ആരെയും നമ്മൾ തള്ളരുത്. എല്ലാവരിലും ഓരോരോ ഗുണങ്ങളുണ്ട്. അതെ, കാണുന്നിടനെ ഇവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്. നോ, അത് ശരിയല്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ പാഠശാലയിലെ കുട്ടികൾക്ക് ഒരു ജഡ്ജായിരുന്നു ക്ലാസ്സിന്. അപ്പോൾ 100 കുട്ടികളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, കുട്ടികളെ ദൈവം എവിടെയായിരിക്കുന്നത്? മിക്കവാറും കുട്ടികളൊന്നും പറഞ്ഞില്ല. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ദൈവം അമ്പലത്തിൽ ഇരിപ്പുണ്ടോ? കുട്ടികളൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ദൈവം അമ്പലത്തിലൊന്നും ഇരിപ്പില്ല, നിങ്ങളിൽ ഓരോരുത്തരിലുമാണ്. അമ്പലത്തിൽ ദൈവം ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. വൈകിട്ട് പൂജാരി കഥ അടച്ചിട്ട് പോയാൽ പിന്നെ ദൈവം എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അന്യോന്യം നമ്മൾ റെസ്പെക്ട് ചെയ്യണം, സ്നേഹിക്കണം. ആരെ എവിടെ ഒരു വഴി വെച്ച് കണ്ടാലോ ഹായ് അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ട് നമുക്ക് വളരെയേറെ കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഞാൻ ആരോട് ഉപദേശിക്കുകയൊന്നുമല്ല. എൻ്റെ ചെറിയ സിമ്പിൾ ജീവിതം. എനിക്ക് എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിനോ ഒരു അസോസിയേഷനോ ഒരു ഇതിനും താമസിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അന്തരാത്മാവ് സമ്മതിക്കത്തില്ല. സമയത്തിന് ഞാൻ പോയിരിക്കും. അതുപോലെ അനേക സ്ഥലങ്ങളിൽ ഞാൻ പ്രസിഡൻ്റായി, പിന്നെ സെക്രട്ടറി ആയി ഒക്കെ. ഇതൊന്നും ഞാനല്ല, എൻ്റെ ദൈവം തന്ന കഴിവുകളാണ്. അത് ഒരു പെനി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു പങ്ക് അഗതികൾക്ക് കൊടുത്തു. 3-4 പെൺകുട്ടികളെ പഠിപ്പിച്ചു. പിന്നെ ഒരുപാട് 30ഓളം കാര്യങ്ങൾ അന്ന് ചെയ്തു. അത് പിന്നീട് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും അനിലാണ് അതിന് കാരണക്കാരൻ. ട്രിവാൻഡ്രത്ത് ആശാ വർക്കേഴ്സിന് അനിൽകുമാർ നിമിത്ത 1 ലക്ഷം രൂപ എത്തിക്കാൻ സാധിച്ചു. ഞാൻ പറഞ്ഞു, പബ്ലിസിറ്റി ഒന്നും വേണ്ട, കഷ്ടപ്പെടുന്നവർക്കും അഗതികൾക്കും നമ്മളൊരു കൈ നീട്ടി കൊടുക്കുക. നമ്മുടെ കുറേയൊക്കെ എനിക്ക് ഒരു ഹാംബർഗർ ഓർഡർ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. അതിനകത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ടില്ല. എനിക്കൊരു പിസ്സ ഓർഡർ ചെയ്യാൻ അറിയത്തില്ല. അതിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. പിള്ളേർ വല്ലതും തന്നാൽ ഞാൻ കഴിക്കുന്നതല്ല. ഞാൻ തന്നെ ഒരു കടയിൽ പോയിട്ടില്ല, ഒരു സിനിമ കണ്ടിട്ടില്ല.
ഞാൻ അന്നേരം വിചാരിക്കുന്നത് അനിൽ എന്നറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഒരു മലയുടെ കുന്നുണ്ട്, അവിടെ കുറേ പേര് ജോലിക്കാർ പുലിയ സമുദായത്തിൽപ്പെട്ടവരുണ്ട്. അവർക്ക് വല്ല പുസ്തകമോ ബുക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ അവർ പഠിക്കും, പള്ളിക്കൂടത്തിൽ പോകും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കഴിയുന്നത് ചെയ്യണം, സാഹോദര്യത്തോടു കൂടി നമ്മൾ വർദ്ധിക്കണം. ഈ വേഡ് മലയാളി നല്ലൊരു അസോസിയേഷനാണ്. ചെറിയാച്ചൻ പറഞ്ഞ പോലെ അങ്ങ് വേഡ് തലത്തിൽ ഞാനൊന്നും വലിയ ചെയ്തില്ലേലും ഞാൻ 2003 തൊട്ട് 7 വരെ പ്രസിഡന്റ് ആയിരുന്നു. ഫാൻസിമോൾ പള്ളാത്തോണ്ടം സെക്രട്ടറി ആയിരുന്നു. അന്ന് ഞങ്ങളൊരു ഷോ നടത്തി $23,000 സമാഹരിച്ചു. അത് പലർക്കും പത്തനംതിട്ട, കോഴഞ്ചേരി, ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ലേബർ റൂമൊക്കെ പെയിൻറ്റ് ചെയ്യിപ്പിക്കുക, പുതിയ ക്രിബ് ഇതൊക്കെ മേടിച്ചു കൊടുക്കുക. അതുപോലെ അടുത്ത വർഷം ഞങ്ങളൊരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അത് 20 ടിക്കറ്റൊക്കെ ആയിരിക്കും. എല്ലാവരും അതിൽ പങ്കുചേർന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെറിയാച്ചൻ്റെയും ഞങ്ങളുടെയൊക്കെ ഡ്രീമായിരുന്നു കോട്ടയത്ത് 1-2 വീട് അഗതികൾക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അധികം ഒന്നും ഒരുപാടും പറയാനുണ്ട്, പക്ഷെ സമയം അത് എടുക്കുന്നതിൽ സമയം തന്നതിന് എന്നെ ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്നവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെന്നെങ്കിൽ പിന്നെ പറയാം. പൊന്നി ചേച്ചി നമ്മുടെ റോൾ മോഡലാണ്, നമുക്കെല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. നമ്മൾ റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ പ്രവർത്തിക്കാനുള്ള മണ്ഡലങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് പൊന്നി ചേച്ചി. പൊന്നി ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാമല്ലോ. താങ്ക് യു ചേച്ചി. ഞാൻ ഈ മൈക്ക് ഇപ്പം വാങ്ങിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോയ് മാത്യു വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് വന്നു. അദ്ദേഹത്തിന് തമ്മിൽ പോകേണ്ടി അത്യാവശ്യമുണ്ടായിട്ട് വരാമെന്ന് പറഞ്ഞു. ഇതാണ് സൗഹൃദം എന്ന് പറയുന്നത്. അതൊന്ന് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഈ മൈക്ക് വാങ്ങിച്ചതാണ്. അടുത്തതായിട്ട് നമുക്ക് ഫെലിസിറ്റേഷൻ സ്പീച്ച് തരേണ്ടത് ഓണറബിൾ ജഡ്ജ് സുരേന്ദ്രൻ കെ പട്ടേലാണ്. അദ്ദേഹം ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അന്നേരം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മുടെ സ്റ്റാഫ് ബോർഡ് അല്ല, ഇപ്പോൾ അഭാവത്തിൽ നിന്ന് മീൻ ചെയ്തുള്ളൂ. പെർമനൻ്റ് അഭാവമല്ല ഞാൻ മീൻ ചെയ്തത്. അന്നേരം നമ്മുടെ സ്റ്റാഫ് ബോർഡ് സിറ്റി കൗൺസിൽ മെമ്പറായിട്ട് വർഷങ്ങളോടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ ഒരു മേയറായിട്ട് കാണണമെന്ന്. ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മൾ സ്റ്റാഫ് ബോർഡ് സിറ്റി കൗൺസിലിൻ്റെ മേയറായിട്ട് കാണുന്ന ഹോണറബിൾ കെൻ മാത്യു സാറിനെ ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ചിന് വേണ്ടി ക്ഷണിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു. എത്രയും പേര് ഇവിടെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ഓൾ ദി മെമ്പേഴ്സ്, മലയാളത്തിൽ പറയട്ടെ, എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. പല കാര്യങ്ങൾ കേട്ടതിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യണം. പൊന്നി ചേച്ചിയുടെ ഉപദേശങ്ങൾ ഒത്തിരി നല്ലതാണ്. പൊന്നി ചേച്ചിക്ക് ഞാൻ ഒരു പുതിയ പേര് ഇവിടെ കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ ചേച്ചി. പൊന്നെന്ന് പറഞ്ഞാൽ ഗോൾഡൻ ചേച്ചി. സോ ഗോൾഡൻ ചേച്ചി. സോ ഇവിടുത്തുകാർക്കും പറയാൻ ഈസി ആന്നേരം ഗോൾഡൻ ചേച്ചി എന്ന് വിളിക്കട്ടെ. ഇനി മതി ചേച്ചി, താങ്കൾ എന്ത് വിളിച്ചാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. താങ്ക് യു. നമ്മൾ ഒത്തിരി നല്ല കാര്യങ്ങൾ വലിയ മലയാളി കൗൺസിൽ ചെയ്തത് കേട്ടു. കൂടുതൽ സമയം എനിക്ക് എടുക്കുന്നത് ശരിയല്ലല്ലോ. ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. Let us continue doing the good job that we are doing right now, that you are all doing now, and you can approach me all the time for some kind of a little help. So monetarily, so no problem. പിന്നെയും അതിനെ സോറി ഉണ്ട്, പിന്നെ ഇംഗ്ലീഷിലോട്ട് പോയതിൽ എനിക്ക് നല്ലപോലെ മലയാളം അറിയാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് കണ്ടതിൽ സന്തോഷമുണ്ട്. നമുക്ക് അവരുടെ ഈ ഓർഗനൈസേഷൻ്റെ പ്രോഗ്രാമിൽ അവരുടെ കാര്യങ്ങളിൽ പങ്കുചേരാം. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോ തുള്ളിയും അതിൻ്റേതായ കോൺട്രിബ്യൂഷൻസ് നടത്തും. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. അവർ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്കെല്ലാ ആശംസകളും നേരുന്നു.
എല്ലാ പ്രാർത്ഥനയിലും നിങ്ങൾ സക്സസ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് നമ്മളിവിടെ ഒരു സ്പീച്ച് പറയാമെന്ന് പറഞ്ഞത് നമ്മുടെ ഫോമയുടെ പ്രസിഡന്റ് ബേബി മണക്കുന്നേലാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ റോഷി മാലത്ത് ഒരു ഗാനം ആലപിക്കാമെന്ന് നമ്മളിവിടെ ഇട്ടിരുന്നു. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലീസ് കം ഫോർവേഡ്. സ്പീച്ച് മാത്രം പോരല്ല, എല്ലാവർക്കും ഒരു റിലാക്സേഷൻ ഇടയ്ക്ക് വേണമല്ലോ. നല്ല സൂത്തിങ് ആയിട്ടുള്ള നല്ല മെലഡി പാടുന്ന ഒരു ഗായകനാണ് നമ്മുടെ റോഷി മാലത്ത്. റോഷി ഒന്ന് റെഡിയാവുന്നുള്ള ആ സമയത്ത് അതിനു മുമ്പ് നമ്മുടെ സെക്രട്ടറിയുടെ വൈഫാണ് സിസി ഒരു ഗാനം ആലപിക്കുന്നത്. ഹലോ, താങ്ക് യു സിസിക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കുക. അടുത്തതായിട്ട് ഫെലിസിറ്റേഷൻ സ്പീച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോമയുടെ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല. അതിന് പകരമായിട്ട് നമ്മുടെ IPCയുടെ പ്രസിഡന്റ് മിസ്റ്റർ സൈമൺ വളച്ചേരി, പ്ലീസ് കം ഫോർവേഡ്. നമസ്കാരം. പ്രിയ SK അംഗം, പ്രസിഡന്റ്, പിന്നെ ഏറ്റവും ഹൂസ്റ്റണിലെ ഏറ്റവും പ്രിയ പൊന്നു ചേച്ചി, ചെയർമാൻ, പിന്നെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് രാജേഷ് വർഗീസ്. ഞങ്ങൾ ഫോമയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇപ്പം ഫോമയുടെ ഹൂസ്റ്റൺ ചാപ്റ്ററിൻ്റെ ചെയർമാനാണ്. കൺവെൻഷൻ വരുന്നുണ്ട് അടുത്ത വർഷം അതിന് വേണ്ടിയുള്ളത്. അപ്പോൾ ഒരു നല്ലൊരു ടീം ഈ വർഷം ഈ വേൾഡ് മലയാളി കൗൺസിലും ഫോമയിലും ഒക്കെ ഉണ്ട്. അപ്പം ഈ SK ചെറിയാനെങ്കിലിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു നല്ലൊരു WMC ഒരു പ്രോഗ്രാം നടത്തുക, എസ്പെഷ്യലി ചാരിറ്റി ഇവൻറ്റ്സ്. ഞാൻ SK അങ്കിളിനെ അറിയാവുന്ന ചിക്കാഗോ മുതലാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ വന്നത് 1976 ആണോ ആണെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി അത് കഴിഞ്ഞിട്ട് ആദ്യം പ്രോംപ്റ്റിൻ്റെ ജോണിൻ്റെ ഓഫീസ് വെച്ചായിരുന്നു ഞങ്ങൾ WMCയുടെ മീറ്റിംഗ് കൂടാണ്. അന്ന് ഒരു WMC ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് WMC ഈ വളർന്നു. നമ്മുടെ നാട്ടിലെ പോലെ വളരുമ്പോൾ പിളരുന്ന് പറഞ്ഞ പോലെ ഒരു 3 WMC ഹൂസ്റ്റണിൽ തന്നെയുണ്ട്. അപ്പം ഈ 3 WMCനെയും യോജിച്ചു കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തിലാണ് SK അങ്കിൾ. അതിൻ്റെ ഒരു തുടക്കം ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രസിഡൻ്റായിട്ട് മത്സരിക്കുന്നത്. കാരണം SK അങ്കിളിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗ്ലോബൽ വൈസ് പ്രസിഡൻ്റായിട്ട് 2 ടൈം ഉണ്ടായിരുന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ലോക്കൽ പ്രസിഡന്റ് ആയെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ് എൻ്റെ ആഗ്രഹം എല്ലാവരെയും സംഘടിപ്പിച്ച് ഒരു WMC നല്ല രീതിയിൽ. അദ്ദേഹം ജനകീയനാണ്. 48 വർഷത്തെ
പൊതുപ്രവർത്തനത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അദ്ദേഹത്തിനോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ഹൂസ്റ്റണിൻ്റെ പൊന്നായ പൊന്നിച്ചേച്ചിയാണ്. ഈ പ്രസിഡന്റും ചെയർമാനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇവര് പിന്നെ അതിൻ്റെ നമ്മുടെ യൂത്ത് ഐക്കണായിട്ടുള്ള രാജേഷ്. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഈ പ്രവർത്തന ഉദ്ഘാടനം നന്നായി വരട്ടെ. പിന്നെ അതിനോടൊപ്പം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക ഹൂസ്റ്റൺ ചാപ്റ്ററുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു 10-20 മീഡിയ, സ്ട്രോങ് മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റേഡിയോക്കാരുണ്ട്, TV-ക്കാരുണ്ട്, അതുപോലെ തന്നെ പ്രിന്റ് മാധ്യമ പ്രവർത്തനമുണ്ട്. ഞങ്ങളുടെ ഒരു കൺവെൻഷൻ ഒക്ടോബർ 9, 10, 11 അത് ഇന്റർനാഷണൽ കൺവെൻഷനാണ്. അത് ഇൻക്ലൂഡിങ് ലോകത്തിലുള്ള എല്ലാ മീഡിയക്കാരെയും ഒരു റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിലും നല്ലൊരു കൺവെൻഷനാണ് അത്. ഈ മീഡിയക്കാരുടെ കൺവെൻഷനാണെങ്കിലും പബ്ലിക്കിനും വരാം. റൂം മാത്രം എടുത്ത് വെച്ചാൽ മതി, കൺവെൻഷൻ ഫീസൊന്നുമില്ല. ഒരു നല്ലൊരു ഇവൻ്റ് ആയിരിക്കും. ഏവരെയും ആ കൺവെൻഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഹൂസ്റ്റണിൽ എന്തെങ്കിലും മീഡിയ ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് പകുതി കൂടുതലിരിക്കുന്നത് നമ്മുടെ മീഡിയക്കാർ തന്നെയാണ്. നമ്മുടെ റെയ്ന റോക്ക്, മുൻ പ്രസിഡന്റ് ജോർജ് ഇരിപ്പുണ്ട്, നാഷണൽ പ്രസ് ക്ലബിൻ്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് അനിൽ ആറന്മുളയുണ്ട്, പിന്നെ നമ്മുടെ AC ജോർജ് സാറുണ്ട്, അങ്ങനെ സജി പുല്ലാട്, അങ്ങനെ ജോൺ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രസ് ക്ലബിൻ്റെ സ്ട്രോങ് കോർ ടീം SK ചെറിയാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മിസ്റ്റർ സൈമൺ വളച്ചേരി. അദ്ദേഹത്തെ കൂടുതലായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പരിചയപ്പെടുത്തേണ്ട അദ്ദേഹം നേർക്കാഴ്ച പത്രം നടത്തുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ടീം വർക്കറാണ് നമ്മുടെ അനിൽ ആറന്മുള. അദ്ദേഹം ഇവിടെ ഉണ്ട്. അടുത്തായിട്ട് റോഷിയെ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. റോഷി സി മാലത്ത്. അദ്ദേഹം പഴയ ഒരു നോസ്റ്റാൾജിക് ഗാനം, എപ്പോഴും നല്ല മെലഡികൾ മാത്രം വളരെ മനോഹരമായിട്ട് ആൾക്കാർക്ക് ആസ്വദിക്കുന്ന വിധത്തിൽ പാടുന്ന ഒരു ഗായകനാണ്. പ്ലീസ് വെൽക്കം റോഷി സി മാലത്ത്. എല്ലാവർക്കും നമസ്കാരം. സോറി, ഞാൻ ലേറ്റായി പോയി. SK ചെറിയ ഞങ്ങൾ ഒത്തിരി ദിവസം മുമ്പ് എന്നോട് പറഞ്ഞാണ്. നാളെ ഉണ്ണിമേനോൻ്റെ ഗാനമേള അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ സ്റ്റക്കായി പോയതുകൊണ്ടാണ് ലേറ്റായി പോയത്. ഈ വേൾഡ് മലയാളി അസോസിയേഷനും എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സഹകരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. എൻ്റെ നേതാക്കന്മാരെ എല്ലാവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. എന്നെ ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ രാജേഷ്, ഇതൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഓക്കെ, ഞാൻ ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളേ ഉള്ളൂ. അതെല്ലാം ഇന്നുകൊണ്ട് ഒരു പാട്ട് പാടാൻ നമുക്ക്. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുൻപിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുൻപിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാ ജലശയിൽ സ്വരക്കൂടുകൂട്ടുന്നു ഞാൻ. ദേവി
കളിപ്പാട്ടമാണ് കൺമണി നിന്റെ മുൻപിൽ മനോവേണമേറ്റും ഞാൻ. അറിയാവുന്ന നൊസ്റ്റാൾജിക്കൽ സോങ് അല്ലേ? താങ്ക് യു സോ മച്ച്. എനിക്ക് പ്രായമാകുന്ന ഞാൻ പോലും അറിഞ്ഞില്ല, കണ്ണു പിടിക്കുന്നില്ല. പ്രായം കണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. വോയിസിൻ്റെ കാര്യത്തിൽ കണ്ണിൻ്റെ കാര്യത്തിലുള്ളൂ, വോയിസിൻ്റെ കാര്യത്തിൽ ഒരു പ്രായവുമില്ല. എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസും പാട്ടും? നല്ലൊരു കൈ കൊടുക്കുക. അദ്ദേഹം എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒത്തിരി സ്റ്റേജ് ഷോകളും ഒത്തിരി പ്രോഗ്രാംസൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. വളരെ സന്തോഷം റോഷി, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട തോട്ടത്തിലച്ഛനെ ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ചിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം. അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായി നിന്ന് പ്രവർത്തിക്കുന്ന വേൾഡ് കൗൺസിൽ പ്രസ്ഥാനത്തെ എത്ര അഭിനന്ദിച്ചാലും അത് മതിയായി വരുന്നില്ല. ഇതിൻ്റെ സംഘാടകരെ വളരെ അധികം പുകഴ്ത്തുകയും അഭിമാനത്തോടെ അവരെ മാനിക്കുകയും ചെയ്യുന്നു. നല്ല പ്രവർത്തനങ്ങൾ എവിടെ കാഴ്ചവെച്ചാലും അതിന് കയ്യടി കിട്ടും. നമ്മൾ കായ്ക്കുന്ന മരത്തെ എറിയുള്ളൂ, കായ്ക്കാത്ത മരത്തിന് ഏറ് കിട്ടുകയില്ല. മരം അതിൻ്റെ ഫലം അത് അനുഭവിക്കുന്നില്ല, മറ്റുള്ളവരാണ്. അതുപോലെ നമ്മളും നമ്മുടെ ഫലം മറ്റുള്ളവർ അനുഭവിച്ച് സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടു കാണും. നമ്മളെ മലയാളം പറയാത്ത ഒരു മനുഷ്യനോട് ഇരിപ്പുണ്ട്. അതാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ ഈ സംരംഭത്തിന് വേണ്ടി നമ്മളെ സ്പോൺസർ ചെയ്ത ആളാണ് മോറിസ് ഹാന. ഹി ഈസ് വൺ ഓഫ് അവർ സ്പോൺസർ. ആൻഡ് വെൻ ഐ കോൾഡ് ആൻഡ് ടോൾഡ് ഹിം ഐ ആം കണ്ടക്ടിങ് എ function, World Malayali Council, he said, yeah, I will be there. And he is even willing to come to Baku with us. He said he liked that place, Azerbaijan. So now I would like to request each and everyone to come, and we have to have the kick-off of Azerbaijan. മനസ്സിലായി? അസർബൈജാൻ കിക്ക് ഓഫ് എന്നൊക്കെ ബക്കു എന്നൊക്കെ പറഞ്ഞ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? ആദ്യം കേട്ടവർക്കൊക്കെ മനസ്സിലായി കാണും. Every 2 years World Malayali Council will have a convention. This year it is going to be in Baku, Azerbaijan, June 27, 28, 29, 30. Our province are very proud to do the kick-off, and almost 7-8 people are going from here to that place. I call these names. Please come and do the kick-off. Give that to the chairman. Please, chairman, please come to the stage. നമ്മുടെ പ്രോംപ്റ്റ് ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി ഇവിടെ ഉണ്ട്. അത് ഹ്യൂസ്റ്റണിൽ മിക്കവാറും എല്ലാവർക്കും, ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ചെയർമാൻ മിസ്റ്റർ പ്രസാദ് ഉമ്മൻ ജോൺ. പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് ഗിവ് ദ രജിസ്ട്രേഷൻ ഫോം ടു ദ ചെയർമാൻ. കൊടുക്കും. Now we inaugurated this function of this convention. Now the other people who are going already registered for the convention will also hand over the
registration form to the chairman. Mr. Nairan Matullah, please come. കൊടുക്ക്. Mr. Rajesh Matthew. Sindhu Menon, she is not here. And myself, we already registered, and I hope everything will be all right. You all, anybody want to come for this convention, you all are welcome. Thank you very much. Ticket അവിടെ 5 ദിവസം ഡേ ആൻഡ് നൈറ്റ് ഓൺലി $250. ആർക്കെങ്കിലും ഇല്ല എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എഴുതി തന്നാൽ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഈ ചാരിറ്റബിൾ കാര്യത്തിലേക്ക്. ഈ ചാരിറ്റബിൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇതിലാർക്കെങ്കിലും അത് കൊടുക്കാനായിട്ട് കഴിവില്ല എന്നും പറഞ്ഞ് ഞങ്ങളുടെ വേൾഡ് മലയാളി കൗൺസിലിലേക്ക് ആപ്ലിക്കേഷൻ എന്നാൽ ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരവാണത്. അല്ല, നിങ്ങൾ ആരോടും ചോദിച്ചില്ല, ഒരാൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മുടെ നൈനാൻ മാത്തുള്ളയുടെ ഒരു കവിതയാണ്. അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളു. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നത് മലയാളത്തിൻ്റെ പ്രണയകവിയായ ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത ആലപിക്കാനാണ്. ചങ്ങമ്പുഴയെ പറ്റി കേട്ടിട്ടില്ലാത്തവരോട് കാണില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമായിരുന്നു. കാരണം അദ്ദേഹം പഠിച്ച ക്ലാസ്സിൽ അദ്ദേഹം എഴുതിയ കവിത പഠിക്കാൻ വേണ്ടി ആ വർഷം അടിച്ചു വന്നു. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ഞാൻ എഴുതിയ കവിത പാഠപുസ്തകത്തിൽ അടിച്ചു വരിക, കേരളത്തിലുള്ള എല്ലാ സ്കൂളുകളിലും എല്ലാവരും ആ കവിത പഠിക്കണമെന്ന്. അങ്ങനെ ഒരു കാര്യം ലോകത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഗിന്നസ് ബുക്കിൽ വരുമായിരുന്നു. കവിത ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ ഒരു കവിത ആലപിക്കുന്നത്. കവിത ആലപിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഭാവവും ഉൾക്കൊണ്ട് വേണം അത് ആലപിക്കാൻ. അതുകൊണ്ട് പിന്നെ പല ബലഹീനതയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കാവ്യനർത്തകി. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കടമിഴി കോണുകൾ സ്വപ്നം മയങ്ങി കതിരുതപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിൽ ഒളിയലുകൾ ചിന്നി അഴലുകളുടെ താർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും ഇടചേർന്നൻ ഹൃദയം പുതുപുളകങ്ങൾ ചൂടി ചുടുനടുവീർപ്പുകൾക്കിടയിലും കൂടി
അതിധന്യകൾ ഉടുകന്യകൾ മണിവീണകൾ മീട്ടി അപ്സരരമണികൾ കൈമണികൾ കൊട്ടി വൃന്ദാവന മുരളീരോ പശ്ചാത്തലമൊന്നിൽ സ്പന്ദിക്കുമാ മധുര സ്വരവീചികൾ തന്നിൽ താളം നിരനിരയായി നുരയിട്ടിട്ടു തങ്ങി താമര താരുകൾ പോൽ തത്തീലയ ഭംഗി സതത സുഖ സുലഭത നിറവറ വെച്ചു ഹൃദുശോഭകൾ നിൻ മുന്നിൽ താളം പിടിച്ചു തങ്കത്തരി വളയിളകി നിൻ പിന്നിൽ തരളിതകൾ സങ്കൽപ്പ സുഷമകൾ ചാമരം വീശി സുരപില മൃഗമത തിലകിത പാലം സുമ സുലളിത മൃദുലക പോലം നളിനതല മോഹന നയനവിലാസം നവകുന്ന സുമസുന്ദര വരമന്ദഹാസം ഘനനീല വിപിന സമാന സുകേശം കുനുകുന്തള വലയാങ്കിത കർണാന്തിക ദേശം മണിക നഗഭൂഷിത ലളിതകള നാളം മമ മുന്നിലെന്തൊരു സൗന്ദര്യമേളം മുനിമാരും നുകരാത്ത സുഖചക്രവാളം ഉണരുന്നു പുളകിതം മമ ജീവനാളം ഇടവിടാതടവികളും ഗുഹകളും ശ്രുതി കൊട്ടിയ ജഡതൻ ജലജൽപ്പനമായ മായ മറയുന്നു വിരിയുന്നു മമ ജീവൻ തന്നിൽ മലരുകൾ മലയാള കവിതേ നിൻ മുന്നിൽ നിർനിമേഷേഷനായി നിൽപ്പതഹോ ഞാനിതം നിന്നർത്തനമെന്തത്ഭുത മന്ത്രവാദം കണ്ടു നിൻ കൺകോണുകൾ ഉലയവേ കരിവരി വണ്ടലയും ചെണ്ടുലയും വനികകൾ ഞാൻ ലളിതേ നിൻ കൈവിരലുകൾ ഇളവേ കണ്ടു ഞാൻ കിളിപാറും മരതക മരനിരകൾ കനകോജ്വല ദീപശിഖ രേഖാവലിയാലേ കമനീയ കലാദേവത കണിവെച്ചതുപോലെ കവരുന്നു കവിതേ തവ നൃത്തരംഗം കാപാലികനെങ്കിലും എന്നന്തരംഗം തവ ചരണ ചലനകൃത രണിതരസരംഗണം തന്നോരനുഭൂതിതൻ ലയന വിമാനം എന്നെ പല ദിക്കിലും എത്തിപ്പു ഞാനൊരു പൊന്നോണ പുലേരിയായി പരിലസിപ്പൂ കരകമല തിലയുകള മൃദുമൃദുല ചലനങ്ങൾ കാണിച്ച സൂക്ഷ്മലോകാന്തരങ്ങൾ പലതും കടന്നു ഞാൻ പോയി പരിധൃത പരിണത പരിവേഷനായി ജന്മം ഞാൻ കണ്ടു ഞാൻ നിർവൃതി കൊണ്ടു ജന്മാന്തരങ്ങളിലെ സുഹൃതാമൃതമുണ്ടു 1000 സ്വർഗങ്ങൾ സ്വപ്നവുമായെത്തി മായികേ നീ നിൻ നടനം നടത്തി പുഞ്ചിരി പെയ്താടു നീ ലളിതേ തുഞ്ചന്റെ തത്തയെ കൊഞ്ചിച്ച കവിതേ അഞ്ചിക്കുഴഞ്ഞഴിഞ്ഞാടു ഗുണമെഴുതേ കുഞ്ചന്റെ തുള്ളലിൽ മണികൊട്ടിയ കവിതേ പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയുമാടിയും പല ചേഷ്ടകൾ കാട്ടി വിഭ്രമവിഷവിത്ത് വിതയ്ക്കിലും കൃതിമേൽ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ തവ തലമുടിയിൽ നിന്നൊരു നാരു പോരും തരികന്നെ തഴുകട്ടെ പെരുമയും പേരും പോന്നോ നിന്നൃത്തം നിർത്തിനി ദേവി പോവല്ലേ 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 ദേവി പോകുന്നോ നിന്നൃത്തം നിർത്തിനി ദേവി പോവല്ലേ 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 ദേവി. മലയാളത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമ്രശംസകനാവുകയാണ്. മലയാളികളുടെ സൗന്ദര്യബോധവും തത്വചിന്തയും താളവും എല്ലാം ഉൾക്കൊള്ളിച്ചാണ് അദ്ദേഹം ഈ കവിത. എനിക്ക് അദ്ദേഹത്തോട് സ്വല്പം അസൂയുണ്ട്. ഇങ്ങനെ ഒരു കവിത എഴുതാൻ പറ്റിയ വ്യക്തികൾ ആരും മലയാളത്തിലുള്ളതായിട്ട് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് അധ്യാപകർക്ക് പോലും അസൂയായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു മാന്യമായ ജോലി പോലും കിട്ടാതെ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു ട്രാജഡി ആയിരുന്നു.
എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്മരണ അനശ്വരമാക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹം ജനിച്ചതായിട്ടുള്ള സ്ഥലം, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ചങ്ങമ്പുഴ എന്ന് പറയുന്ന കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇടപ്പള്ളിക്ക് സമീപമാണ് ചങ്ങമ്പുഴ. അതിന് ഗവൺമെൻറ് ചങ്ങമ്പുഴ നഗർ എന്ന് പേര് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയനുസരിച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ അവിടെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് പല വാക്കുകളും വരികളും ചിലപ്പോൾ മനസ്സിലായിരുന്നു വരും. യൂട്യൂബിലുണ്ട് അതിൻ്റെ കവിതയും അതിൻ്റെ അർത്ഥവും യൂട്യൂബിലുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. 2 വരികൾ മാത്രം അദ്ദേഹത്തിൻ്റെ തത്വചിന്തയും 2 വരികളുടെ മാത്രം അർത്ഥം പറഞ്ഞിട്ട് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, മുനിമാരും നുകരാത്ത സുഖചക്രവാളം, ഉണരുന്നു പുളകിതം മമ ജീവനാളം. മുനിമാരും നുകരാത്ത സുഖചക്രവാളം, ഉണരുന്നു പുളകിതം മമ ജീവനാളം. ചക്രവാളം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും കൂടെ ചേരുന്ന ആ ലൈനാണ് നമ്മൾ ചക്രവാളം എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്വർഗവും ഭൂമിയും കൂടെ ചേരുന്നതായിട്ടുള്ള ആ ഒരു ആണ് അദ്ദേഹം സങ്കല്പിച്ചിരിക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം, ദൈവസന്നിധിയിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം എന്നുള്ളതാണ് കവി പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മുനിമാരാണ്. മുനിമാരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ വേദങ്ങളും പിന്നെ ഭഗവത്ഗീതയും ഒക്കെ എഴുതിയത് മുനിമാരാണ്. അപ്പം അത് ഹിന്ദുക്കൾ അത് കണക്കാക്കുന്നത് ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ടെന്നുള്ള അർത്ഥത്തിലാണ് ഈ വേദങ്ങളെയും പിന്നെ ഭഗവത്ഗീതയും പറയുന്നത്. ശ്രുതി എന്ന് പറയും. ശ്രുതി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ടതെന്നാണ് ശ്രുതി എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പം ആ നിലയിൽ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് കഴിയുന്ന ആൾക്കാരാണ് ഈ മുനിമാരാണ്. അതുപോലെ സെയിമാണ് വേദപുസ്തകത്തിലെ പ്രവാചകന്മാരാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പ്രവാചകന്മാർ ദൈവത്തിൽ നിന്ന് നേരിട്ട് കേട്ട കാര്യങ്ങളോട് അവർ ചേർത്താണ് അത് വേദപുസ്തകം എഴുതി. അവരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതാണ് കവിയുടെ പറയുന്നത്, മുനിമാരും നുകരാത്ത സുഖചക്രവാളം, ഉണരുന്നു പുളകിതം മമ ജീവനാളം. ഞാനിവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞ് പലപ്പോഴും പിന്നെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കണമെന്നുള്ള മോഹത്തിൽ ഇങ്ങനെ ഓടി ജീവിതം ആസ്വദിക്കാൻ മറന്നുപോയതായിട്ടുള്ള ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ പ്രകൃതിയെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് ചെടികളെ പൂക്കളെ. നമുക്കൊന്ന് ഒരു നിമിഷം ഒന്ന് നിന്ന് ഈ പൂക്കളെയൊക്കെ ഒന്ന് ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഒരു ചന്ദ്രാർച്ചിതമായ ഒരു രാത്രി അതിനൊന്നും നമുക്ക് സമയം കിട്ടുന്നില്ല പലർക്കും. കാണുന്ന പോലും ഇല്ലെന്നുള്ള കിളികളുടെ നാദം കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓട്ടമാണ്. എന്നാൽ നമ്മൾ ഒന്നും ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓർമ്മകൾ മാത്രം, നമ്മളിവിടെ സൃഷ്ടിച്ചതായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ നമ്മളെ പിന്തുടരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജീവിതം ആസ്വദിക്കാൻ ഈ ആലാപനം കവിതയുടെ ലോകത്തിലേക്കെങ്കിലും ഒന്ന് എത്തി നോക്കാനെങ്കിലും ചിലരെങ്കിലും പ്രചോദനം നൽകിയെങ്കിൽ ഞാൻ സംതൃപ്തനായി. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. താങ്ക് യു മിസ്റ്ററിനെ മാത്രമല്ല സാർ, അദ്ദേഹത്തെ പോലുള്ള സാഹിത്യകാർക്ക് മാത്രമേ കരകമല മൃദുല ദള എന്നൊക്കെ പറഞ്ഞിട്ട് പാടാനൊക്കത്തുള്ളൂ. നമ്മളെ കൊണ്ട് മാക്സിമം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ പങ്കിട്ടുകൊണ്ട് പോയി, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പരിപാടിയിലേക്ക് കയറുകയാണ്. പല വേദികളിൽ വളരെയധികം ആൾക്കാർ കൂടുന്ന പല വേദികളിൽ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്ന നമ്മുടെ നെസ്സ ചാക്കോ നിങ്ങൾ കണ്ടു കാണും മലയാളി അസോസിയേഷൻ്റെ പരിപാടികളിലെ. അതുപോലെ 100 കണക്കിന് ആൾക്കാർ പെർഫോം ചെയ്യുന്ന സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന മോളാണ്. പിന്നെ ഈ മോളുടെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ ഡാൻസ്, നമ്മളെല്ലാവരും ഡാൻസ് കാണും, ജസ്റ്റ് മൂവ്മെൻറ്റ് കാണും, പാട്ടുകൾ ശ്രദ്ധിക്കും. പക്ഷേ നിങ്ങൾ ഈ മോളിൽ ഡാൻസ് ചെയ്യുമ്പോഴുള്ള പെർഫെക്ഷൻ, മൂവ്മെൻറ്റിൻ്റെ പെർഫെക്ഷൻ നിങ്ങളൊന്ന് നോക്കുക. അതുപോലെ എന്തും വേണ്ട ഫ്ലെക്സിബിളായിട്ട്, ബോഡി എന്തും വേണ്ട ഫ്ലെക്സിബിളായിട്ടാണ് മോളത് ചെയ്യുന്നത്. ആ മുദ്രകളും എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തും വേണ്ട പെർഫെക്ഷനിലാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ.
ഇപ്പം നെസമോൾ നമുക്ക് വേണ്ടിയിട്ടൊരു ഡാൻസ് ചെയ്യുകയാണ് നെസ ചാക്കോ. ആശയോടും വിളിച്ചമാവണം സ്കൂളിൽ പോയിട്ട് വന്ന കുട്ടിയാണ് ജയിച്ചതിന് വിളിച്ചമാവണം. താങ്ക് യു നെസ.